ഒരു വർഷത്തിനിപ്പുറം ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും എന്ത് മാറ്റമാണുണ്ടായത്? കണ്ണിറഞ്ഞു കണ്ട മേഖലയിൽ ഇന്നെന്താണ് അവശേഷിക്കുന്നത്? വേദനകൾ ബാക്കിയാക്കിയ ചൂരൽമല മുതൽ പുഞ്ചിരിമട്ടം വരെ ശ്മശാന മൂകതയാണ് തളം കെട്ടി നിൽക്കുന്നത് ഇപ്പോൾ. അന്നും ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ചൂരൽമലയും പുഞ്ചിരിമട്ടവും ഉൾപ്പെടുന്ന മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മഴ ഇങ്ങനെ തോരാതെ പെയ്തിറങ്ങിയപ്പോൾ നാട്ടുകാരും കരുതിയിരുന്നില്ല അത് തങ്ങളുടെ കണ്ണീർ മഴയായി മാറുമെന്ന്. പണ്ടേ മഴയെ പേടിച്ചിരുന്നു പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയുമെല്ലാം. എന്നാൽ അതിലുപരി സ്നേഹവും സൂക്ഷിച്ചിരുന്നു. അന്ന് കനത്ത മഴ പെയ്ത രാത്രിയിൽ സുരക്ഷിത ഇടം തേടി ചിലർ കൂട്ടായി നിന്ന് അതിജീവിക്കുമെന്ന പ്രതീക്ഷ വെച്ചു. പ്രകൃതി എല്ലാം തകർത്തെറിഞ്ഞു. പുന്നപ്പുഴ ഇന്ന് ശാന്തതയിൽ ഒഴുകി അകലുന്നുണ്ട്. പ്രകൃതി താണ്ഡവമാടിയ പുഞ്ചിരിമട്ടം അവശേഷിപ്പുകൾ അതേപടി നിർത്തിയിട്ടുണ്ട്. പലരുടെയും അധ്വാനബലവും സ്വപ്നവുമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ വീടുകൾ. എല്ലാം ഇന്ന് നോ ഗോ സോൺ ഏരിയ ആയി മാറി. മേഖലയിൽ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഭൂമി വിട്ടവരുണ്ട്. അവർക്കപ്പുറം മരിച്ചു ജീവിക്കുന്നവരുടെ സ്വപ്നം അവിടവിടെ തലയുയർത്തി നിൽപ്പുണ്ട്. കാർഷിക മേഖല കൂടിയാണ് ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവുമെല്ലാം. നിരവധിയായ മനുഷ്യർ അധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത ഈ മേഖലയെ പൂർണ്ണമായും തച്ചുടച്ചാണ് അന്ന് ആ രാത്രിയിൽ പുന്നപ്പുഴ കടന്നുപോയത്. കൃഷി ഉപജീവനമാക്കിയവർക്ക്, മണ്ണ് നഷ്ടപ്പെട്ടവർക്ക് ഇന്നും ഒന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥ. പുത്തുമല ഉരുൾപൊട്ടിയ അന്നത്തെ ദിവസം ജൂലൈ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ അവിടെ 30-ാം തീയതി രാത്രി ഉണ്ട്. ആ ദിവസത്തെ ആ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിയോന്ന് സംശയം തോന്നാം. കുറച്ച് ഞാൻ ഹാപ്പി ആയിരുന്നു, മൊത്തത്തിൽ മൈൻഡും മനസ്സൊക്കെ ഒന്ന് സെറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് കുറച്ച് വിഷമത്തിലാണ് ഉള്ളത്. ചലനമറ്റ സ്കൂൾ അങ്കണം, ഉപഭോക്താവിനെ കാത്തിരിക്കാൻ ആളില്ലാത്ത കടമുറികൾ. വീണ്ടെടുക്കാൻ കഴിയുമോ ചൂരൽമലയെ? ദുരിത നാളുകളിൽ നാട്ടുകാർക്ക് മറുകര താണ്ടാൻ കരുത്തായ ക്ഷേത്രമുറ്റത്തെ ആൽമരം അങ്ങനെ തളിർത്തു നിൽപ്പുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി ആർമി പണി കഴിപ്പിച്ച ബെയിലി പാലത്തിന് മുകളിലാണ് ഞാനുള്ളത്. പക്ഷേ മനുഷ്യരുടെ മനസ്സും അവരുടെ ജീവിതവും അത്ര കണ്ട് തളിർത്തിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.